ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മണവും രുചിയും നിറവും ഒന്നും വ്യത്യാസം വരാതെ കുറച്ച് നാളത്തേക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള വീഡിയോ ആണ്. വെളുത്തുള്ളിയുടെ തൊലി പൊളിക്കാനായിട്ട് മെനക്കെടേണ്ട ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടിയും വിനെഗറും ഒന്നും ചേർക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. കുറച്ച് അളവിൽ ചെയ്ത് കാണിക്കാം. 6 വെളുത്തുള്ളി 100 ഗ്രാം വരുന്നുണ്ട്. 100 ഗ്രാം വെളുത്തുള്ളിക്ക് 50 ഗ്രാം ഇഞ്ചി എന്നുള്ള കണക്കാണ്. നാടൻ വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി ആയിരിക്കണം. അതേപോലെ തന്നെ ഇഞ്ചിയും നല്ല മൂത്ത് വിളഞ്ഞതായിരിക്കണേ. ഇത് 50 ഗ്രാം ഇഞ്ചി ഇത്ര അളവിന് വരുന്നുണ്ട്. ചില സമയത്ത് എളുപ്പമായിട്ടുള്ള ഇഞ്ചി കിട്ടും, അതിന് ഫ്ലേവർ ഒട്ടും കാണത്തില്ല. അതേപോലെ എളുപ്പമായിട്ടുള്ള ഇഞ്ചിയും നല്ല വലുപ്പമുള്ള സൈസ് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും ആണെന്നുണ്ടെങ്കിൽ അതിനും അധികം ഫ്ലേവർ കാണത്തില്ല. അങ്ങനെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 ഈക്വൽ അളവിന്, അതായത് 100 ഗ്രാം വെച്ച് എടുക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ രണ്ടിൻ്റെ ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യുവേ. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ലവണ്ണം ഒന്ന് അടർത്തിയെടുക്കണം. തൊലിയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. അതാ ഇങ്ങനെയൊക്കെ ഒന്ന് അടർത്തിയെടുത്താൽ മാത്രം മതി. തൊലിയോടുകൂടി അരയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിന് നടുക്ക് കാണുന്ന കമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. മൊത്തം അടർത്തിയെടുത്തതിന് ശേഷം നല്ലവണ്ണം കൈവച്ചൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ പാട പോലുള്ള തൊലി കൂടി അങ്ങ് മാറിക്കിട്ടും. ഇനി ഇതൊന്ന് പാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഊതിയെടുക്കുകയോ ചെയ്താൽ മതി. ആ പാടയെല്ലാം അങ്ങ് പോയി കിട്ടും. അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴിഞ്ഞ പാത്രത്തിലോട്ടിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ഉപയോഗിച്ച് 3-4 പ്രാവശ്യം നല്ലവണ്ണം ഇതുപോലെ ഞെരടി ഒന്ന് കഴുകിയെടുക്കണേ. ഇനി ഇതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി വലപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 20 അല്ലെ അരമണിക്കൂർ നേരത്തേന് ഇങ്ങനെ വെച്ചേക്കണം. വെള്ളം വാലാനൊന്നും ഇത്ര സമയം വേണ്ട. ഇതിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ തോല് ഒന്ന് നല്ലവണ്ണം ആ ഈർപ്പം കൊണ്ടൊന്ന് കുതിരാൻ വേണ്ടിയാണ്. ഇനി നന്നായിട്ട് കുതിർന്ന ആ തോലോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ആ 50 ഗ്രാം ഇഞ്ചിയും ഒന്ന് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടിയായിട്ട് അരയുന്ന രീതിയിലാണ്. നല്ല വെള്ളം ഉപയോഗിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. 3/4 തവി. അതേ അളവിൽ തന്നെ 3/4 തവി സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് മിക്സിയുടെ ജാറ് സ്ട്രക്ക് ആവുന്നുണ്ടെങ്കിൽ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെള്ളത്തിനേക്കാൾ കൂടുതൽ നല്ലത് എണ്ണ ഒഴിക്കുന്നതായിരിക്കും. എണ്ണയൊന്നും കൂടിപ്പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലൂസായിട്ട് അരഞ്ഞു കിട്ടും. ഇത് കട്ടി ഒരു പരുവത്തിൻ്റെ അളവാണ് ഈ പറഞ്ഞത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അരഞ്ഞ് നല്ല വൈറ്റ് പേസ്റ്റായിട്ട് കിട്ടുവേ. ഇനി ഇതിൽ ഉപ്പോ മഞ്ഞൾപ്പൊടി വിനെഗർ ഒന്നും ചേർക്കണ്ട. ഒട്ടും വെള്ളം ഒഴിക്കാതെ എണ്ണ മാത്രമായിട്ട് ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഒട്ടും മണവും രുചിക്കും വ്യത്യാസമില്ലാതെ കുറേ നാൾ കൂടി ഇരിക്കുകയും ചെയ്യുവേ. അതും ഒരു ടിപ്പാണ്. ഇതിപ്പോൾ എണ്ണ ഉപയോഗിച്ച് അരച്ചത് കാരണം സവാള വഴറ്റുന്ന സമയത്ത് എണ്ണ കുറച്ച് ഉപയോഗിച്ച് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ എണ്ണ കൂടി വരുമെന്നുള്ളൊരു കണക്കെടുത്തുകൊണ്ട് കുറച്ച് ഉപയോഗിക്കുക എണ്ണ. നല്ല എയർ ടൈറ്റായിട്ടുള്ള ഡബ്ബയ്ക്കകത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. വെളിയിലെടുത്ത് ആവശ്യത്തിന് ശേഷം അപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതേപോലെ ചെറിയ അളവിൽ ആദ്യമേ ചെയ്ത് നോക്കുക. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നിങ്ങളത് സ്മെല്ല് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ എല്ലാ അളവും ഡബിളായിട്ട് ചെയ്ത് വെക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.